ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചന്ദ്രികയിൽ എഴുതുന്ന ചന്ദ്രകാന്ത് എന്ന സീരിയലിന്റെ നാളത്തെ പ്രമോ റിവ്യൂയുടെ സ്വാഗതം. നാളത്തെ പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന പിങ്കിയോടായിട്ട് പിങ്കിയുടെ അച്ഛൻ പറയുകയായിരുന്നു, മോളെ നീ ഇപ്പോൾ ആ ഇന്ത്യവരത്തിലോട്ട് പോകണ്ട. അതെന്താ അച്ഛൻ എന്ന് ചോദിക്കും. പറയുന്നുണ്ട്, മോളെ ഇപ്പം നീ ഈ ചാടിത്തുള്ളി പോകുന്നതിൻ്റെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നീ ഇപ്പോൾ ആ നന്ദ വന്ന് വിളിച്ചതിൻ്റെ പുറകെയല്ലേ പോകുന്നത്. അവൾ പിച്ചയായിട്ട് തന്ന ജീവിതത്തിന് വേണ്ടിയാണ് നീ പോകുന്നതെന്ന് ചോദിക്കട്ടെ. നീ ഇനി അങ്ങനെ പോകണ്ട, നീ അർജുൻ വന്നതിന് ശേഷം മാത്രം ഇനി അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയണേ. അപ്പം പിങ്കി പറയുന്നുണ്ട്, അത് പറ്റത്തില്ല അച്ഛൻ, എനിക്ക് ഗൗതമിനെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഗൗതമിനെ വേണം, ഞാൻ അങ്ങോട്ട് പോകുക എന്ന് പറയണം. അങ്ങനെ അച്ഛൻ്റെ വാക്കിനെ ധിക്കരിച്ചുകൊണ്ട് നമ്മുടെ പിങ്കി ഇന്ത്യവരത്തിലോട്ട് പോവുക. പിങ്കിയുടെ അഹങ്കാരത്തിൻ്റെ കുറവ് ഇതിൽ എന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യവരത്തിലെത്തിയ പിങ്കിനെ എല്ലാവരും സ്നേഹം കൊണ്ട് അങ്ങ് മൂടുവാണ് കേട്ടോ. നമ്മുടെ വല്യമ്മയാണ് പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോളെ നീ ഇവിടെ വന്നത് നന്നായി, ഞാൻ ആ നശിച്ചവളെ ഞാൻ ഇവിടുന്ന് ഒഴിവാക്കി വിട്ടേക്കോ, അവളിനി ഇങ്ങോട്ട് വരത്തേ ഇല്ല, അവളിനി നിന്റെ ജീവിതത്തിൽ ഇടപെടത്തേ ഇല്ല, നിനക്കിവിടെ ഇഷ്ടമുള്ള എന്ത് വേണമെന്ന് ചെയ്തു, നീ ആരെ വേണമെന്ന് സ്നേഹിച്ചാന്നൊക്കെ പറഞ്ഞ് പിങ്കി അങ്ങോട്ട് എടുത്ത് തലയിലോട്ട് കയറ്റി വെക്കണം. പവിത്രയാണ് ഇതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പവിത്രയും വന്ന് പറയുന്നുണ്ട്, അവൻ്റെ മോളെ പിങ്കി നിനക്കൊരു കാര്യം അറിയാവോ, ഞാൻ നിന്നോട് സത്യം പറയട്ടെ, ഗൗതമിന് ശരിക്കും നന്ദയെ ഇഷ്ടമൊന്നുമല്ല, നിന്നെ തന്നെ ഇഷ്ടമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഗൗതമിന് നിനക്കില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥ എന്ന് പറയുന്നത്. ഇത് കേട്ട് പിങ്കിക്ക് വല്ലാണ്ട് അങ്ങോട്ട് സന്തോഷമാവുകയാണ്. അപ്പം അങ്ങനെ പിങ്കിയുടെ മനസ്സിലോട്ടാണെങ്കിൽ ഈ ഇന്ത്യവരത്തിലുള്ളവർ തന്നെയാണ് പിങ്കിയുടെ മനസ്സിലോട്ട് ഗൗതമിനെ കുറിച്ചുള്ള സ്നേഹത്തിന്റെ ഈ വിത്ത് ഭാഗിയിരിക്കുന്നത്. എന്തൊക്കെയാണ് നന്ദനെ ഇപ്പൊ എവിടെയാണെന്ന് കാണാനുണ്ട്. ആദ്യം തന്നെ ഗൗതമും അന്വേഷിച്ച് നടക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്ന കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആകെ ലക്ഷ്മിയമ്മ മാത്രമേ നമ്മളെ നന്ദയെ അന്വേഷിക്കുന്നുള്ളൂ. ഗൗതമിനും ടെൻഷനുണ്ട്. എന്തൊക്കെയാണ് ഇനി നന്ദ തിരിച്ചു വരുമെന്ന് കണ്ടുതന്നെയാണ്. അങ്ങനെ ഒരു സംഘർഷഭരിതമായിട്ട് അല്ലെങ്കിൽ ഒരു ആകാംക്ഷയുടെ ഉള്ളൊരു പ്രമോയാണ് നമുക്കിന്ന് ചന്ദ്രകയിൽ നിന്ന് ചന്ദ്രകാന്ത് എന്ന സീരിയൽ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചത്. അപ്പോൾ പ്രമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്രമേയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക. അവിടെ പിന്നെ വരുന്ന ദിവസങ്ങളിൽ ഈ എല്ലാവരും എപ്പിസോഡ് പ്രമോ റിവ്യൂസോ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.